നമ്മളിന്ന് സീറോ മലബാർ സഭയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാചീന ക്രൈസ്തവ കേന്ദ്രത്തിലാണ്. നമ്മളുടെ സഭയിലെയും ഇതര സഭകളിലെയും എല്ലാ മേലധ്യക്ഷന്മാരും നിരവധി വിശ്വാസികളും അറിയുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ വെച്ച് നമ്മൾ സഭയ്ക്ക് സമ്മേളനങ്ങൾ, ഓർത്തഡോക്സ് യാക്കോബായ സഭകളുമായിട്ടുള്ള സംഭാഷണങ്ങൾ, അനേകം ഭദ്രാസനങ്ങളുടെ അധിപന്മാരായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളുമൊക്കെ ഈ പള്ളിമേടയിലും ഈ പള്ളിയിലും വെച്ച് വർഷങ്ങളായിട്ട് നമ്മൾ നടത്തി വരികയാണ്. അതിനുള്ള എല്ലാ ഒത്താശകളും ബഹുമാനപ്പെട്ട വികാരിച്ചൻ വലിയ മനസ്സോടുകൂടി ചെയ്തു തരുന്നുണ്ട്. നേരിട്ടുള്ള സംഘടനാപരമായ സഭയ്ക്ക് കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഇവിടെ ഇപ്പോൾ സ്ഥിരതാമസം കൂടിയായിരിക്കുന്ന അധ്യാപകൻ സിറിൽ തോമസ് അച്ഛനും കൂടിയാണ്. അങ്ങനെ അരുവിത്ര നമുക്ക് നമ്മളുടെ പൈതൃകങ്ങൾ കണ്ടെത്താനും എല്ലാ സഭകളുടെയും മേലധ്യക്ഷന്മാർ ഇവിടെ വന്ന് ഒറിജിനലായിട്ടുള്ള തോമാശ്ലീഹായുടെ പൈതൃകം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വേദിയായിട്ടുകൂടെ ഇത് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മെ സംബന്ധിച്ച് മാത്രമല്ല, സുറിയാനി സഭ, സീറോ മലബാർ സഭ വലിയ താല്പര്യത്തോടു കൂടിയാണ് അതിനെ കാണുന്നത്. ഇന്ന് അരുവിത്ര തിരുനാളാണ്. അപ്പസ്തോലികമായ പാരമ്പര്യം, നസ്രാണിത്വം, പുരാതന സഭാ പാരമ്പര്യം, യഹൂദ പാരമ്പര്യം, സുറിയാനി ഭാഷ മികവ്, യഹൂദ കോളനികൾ, ഇതെല്ലാം ഒന്നിച്ച് ഇഴചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അരുവിത്ര. സർവപ്രധാനവും സാർവത്രികവുമായ ഒരു വലിയ വളർച്ചയുടെ അടിത്തറ ഈ പൂഞ്ഞാർ അരുവിത്തറ മണ്ണിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തോമാശ്ലീഹ സഞ്ചരിച്ച പാതകൾ, അതിനോട് ബന്ധപ്പെട്ട പാരമ്പര്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ, പൂഞ്ഞാർ മലയിടുക്കിൽ നിന്ന് അന്നത്തെ യഹൂദ സുറിയാനി ആളുകളെയും കൂട്ടി അരുവിത്തറ വഴി, പാലാ വഴി, ചേർപ്പങ്കൽ വഴി കടത്തുവള്ളത്തിൽ കൂടെ ശ്ലീഹ നടത്തിയ യാത്രകൾ എല്ലാം സുപ്രധാനമായ കാര്യങ്ങളാണ്. ഈ പ്രദേശങ്ങളെല്ലാം പ്ലാശനാലും നമ്മുടെ കത്തീഡ്രലിലുമൊക്കെ ശ്ലീഹായുടെ സുവിശേഷ പ്രസംഗത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരുപക്ഷെ ലോകത്തിൽ മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റാത്ത അത്ര സുദീർഘമായ ചരിത്ര ഒത്താശകളും പാരമ്പര്യങ്ങളുമുള്ള ഒരു സഭയാണ് സീറോ മലബാർ സഭ. അതിലെ ഏറ്റവും മിഴിവാർന്ന ഒരു ശ്ലൈഹിക കേന്ദ്രമാണ് അരുവിത്തറ. ഗീവർഗീസ് പുണ്യവാനോടുള്ള ആദരവും വണക്കവും ഈ ദേശത്തിൻ്റെ പ്രത്യേകതയായിട്ട് മാറിക്കഴിഞ്ഞു. 3-ാം നൂറ്റാണ്ടിൽ തുർക്കിയിലെ കപ്പദോസിയായിൽ ജനിച്ച് ജീവിച്ച വിശുദ്ധനാണ് മാർ ഗീവർഗീസ് സഹദ. സഹദ എന്നാൽ രക്തസാക്ഷി എന്നാണ് അർത്ഥം. എല്ലാ ശ്ലൈഹിക സഭകളും ഒരുപോലെ വണങ്ങുന്ന ഒരു അൽമായ രക്തസാക്ഷിയാണ് ഗീവർഗീസ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ. കത്തോലിക്ക ലത്തീൻ സഭയും ഓർത്തഡോക്സ് സഭകളും പൗരസ്ത്യ സുറിയാനി സഭകളും പ്രോട്ടസ്റ്റന്റ് സഭകളുമെല്ലാം മാർ ഗീവർഗീസിനെ വണങ്ങുന്നുണ്ട്. ഇംഗ്ലണ്ട് അതിൻ്റെ പേട്രൺ സെയിൻ്റായിട്ട് ഗീവർഗീസ് സഹദായെ ആദരിക്കുന്നു. പൗരസ്ത്യ സുറിയാനി ആരാധനക്രമം പിന്തുടരുന്ന
സിറോ മലബാർ സഭയുടെ എല്ലാ ഔദ്യോഗിക പ്രാർത്ഥനകളുടെയും ഹുത്താമായിക്ക് അല്ലെങ്കിൽ സമാപന ആശീർവാദത്തിന് മുൻപ് ദ ഉദറാന അഥവാ വിശുദ്ധരോടുള്ള സഹായ അഭ്യർത്ഥന പ്രാർത്ഥനയിൽ ഗീവർഗീസ് സഹദായുടെ നാമം ഒരു അവിഭാജ്യ ഘടകമാണ്. അദ്ദേഹത്തെ വിളിച്ചപേക്ഷിച്ചിട്ടാണ് സമാപന പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടക്കുന്നത്. റോമൻ സാമ്രാജ്യത്തിൽ ഗ്രീക്ക് സഭയിൽ ജീവിച്ച ഒരു വിശുദ്ധൻ പേർഷ്യൻ സാമ്രാജ്യത്തിലുള്ള പൗരസ്ത്യ സുറിയാനി സഭയുടെ പ്രാർത്ഥനകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്ഥാനം നേടിയെങ്കിൽ ആ വിശുദ്ധൻ അതിരുകൾ ഭേദിച്ച് എല്ലാ വിഭാഗങ്ങളിലുമുള്ള ക്രിസ്ത്യാനികൾക്ക് പ്രിയങ്കരനായി മാറി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പൗരസ്ത്യ സുറിയാനി ആരാധനക്രമത്തോടൊപ്പം മാർ ഗീവർഗീസ് സഹദായെയും സ്വന്തമാക്കിയ സമൂഹമാണ് മാർത്തോമ നസ്രാണികളായ നമ്മൾ. നസ്രാണികളുടെ പുരാതന പള്ളികളിലെല്ലാം മർത്തുമറിയത്തിൻ്റെയും ഗീവർഗീസ് സഹദായുടെയും നാമത്തിലുള്ള പ്രാർത്ഥനകളുണ്ടായിരുന്നു. ആ പള്ളികളെല്ലാം തന്നെ ഇവരുടെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ടതുമാണ്. അരുവിത്തുറ, ഇടപ്പള്ളി, മുതലക്കോടം, എടത്തുവ, പലിയക്കര, പുതുപ്പള്ളി, ഇങ്ങനെ വലിയ കേന്ദ്രങ്ങളിലെല്ലാം വിശുദ്ധൻ്റെ നാമത്തിലുള്ള ദേവാലയം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്ലീഹ ആയിരക്കണക്കിന് വ്യക്തികൾക്ക് പ്രിയപ്പെട്ടതായത് അദ്ദേഹത്തിൻ്റെ നല്ല മോറൽ സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു സ്വാധീനം കൊണ്ടാണ്. ഓരോ സഭയുടെയും പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന വിഭാഗത്തിൻ്റെ താക്കോൽ തന്നെയാണ് ഗീവർഗീസ്. ആ താക്കോൽ കൊണ്ട് തുറക്കുമ്പോഴാണ് മറ്റ് വിശുദ്ധരിലേക്കും കടക്കാനും പ്രാർത്ഥിക്കാനുമൊക്കെ നമുക്ക് സാധ്യമാകുന്നത്. നമ്മുടെ ആരാധനാക്രമത്തിൽ പരിശുദ്ധ സ്ലീവായ്ക്ക് വലിയ സ്ഥാനമുണ്ട്. കുർബാനയുടെ ആരംഭത്തിൽ തന്നെ സ്ലീവ ചുംബനം നമ്മൾ നടത്തിയത് അതുകൊണ്ടാണ്. എന്ത് ആവേശത്തോടു കൂടിയാണ് മാതാപിതാക്കൾ, അമ്മച്ചിമാർ, കൊച്ചുകുട്ടികൾ എല്ലാം വന്ന് സ്ലീവ ചുംബിക്കുന്നത്. അതാണ് നമ്മുടെ സഭയുടെ ശക്തി. നമുക്കവരെ പിരിച്ചുവിടാൻ പറ്റാത്ത വിധത്തിൽ അവർ സ്ലീവായോട് ബന്ധിതരാണ്. അതുകൊണ്ടാണ് ആ കൈക്കുരിശ് ഒന്ന് ചുംബിക്കണമെന്നുള്ള ആഗ്രഹം നിലനിർത്തുന്നത്. പണ്ഡിതനായ ക്രിസോസ്റ്റം സ്ലീവായെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: സ്ലീവ ക്രിസ്ത്യാനികളുടെ പ്രത്യാശയാണ്, ബലഹീനരുടെ ഊന്നുപടിയാണ്, ദരിദ്രരുടെ ആഹാരമാണ്, അഹങ്കാരികളുടെ നാശമാണ്, പിശാചുക്കളുടെ മേലുള്ള വിജയമാണ്, യുവാക്കൾക്ക് വഴികാട്ടിയാണ്, സഞ്ചാരികൾക്ക് പങ്കായമാണ്, നീതിമാന്മാർക്ക് ഉപദേഷ്ടാവാണ്, വേദനിക്കുന്നവർക്ക് വൈദ്യനാണ്. ഇങ്ങനെ ഒരു ഡസൻ സവിശേഷതകളാണ് ശ്രീവായുടെ പ്രത്യേകതയായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ മഹത്വമൊന്നും പ്രത്യേകിച്ച് അറിയത്തില്ലെങ്കിൽ പോലും അമ്മയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ചാടി ശ്രീവായെ തൊടുന്നതും ചുംബിക്കുന്നതുമെല്ലാം ഈ പറഞ്ഞ കാര്യം കൊണ്ടാണ്. ആ കുഞ്ഞിനും അറിയാം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, എൻ്റെ അമ്മ ഇത് ചുംബിക്കുന്നുണ്ട്, അപ്പനിത് ചുംബിക്കുന്നുണ്ട്, അതുകൊണ്ട് എൻ്റേതുമാണ്. നമ്മളങ്ങനെയാണല്ലോ വിശ്വാസം കൈമാറ്റം ചെയ്യുന്നത്. ഈ ദേവാലയത്തിൽ വന്ന് തിരുക്കർമ്മങ്ങൾ നടത്തുമ്പോഴെല്ലാം എൻ്റെ ഉള്ളിലുള്ള സന്തോഷം, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ പള്ളിയിൽ വെച്ച് തന്നെ നിങ്ങൾ കൈമാറ്റം ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കുട്ടികളിലേക്ക് അത് പകർന്നു കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള വലിയൊരു കേന്ദ്രമായിട്ട് ഈ വലിയ ക്രൈസ്തവ കേന്ദ്രം മാറുന്നത് സന്തോഷകരമായ കാര്യമാണ്. ഇന്ന് നമ്മൾ
വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ എല്ലാവരും ആയിരിക്കുന്നത്. പൗരസ്ത്യ സുറിയാനി ആരാധനക്രമത്തിൽ ഗീവർഗീസ് ഹൃദായുടെ തിരുനാൾ ദിവസം ആലംബിക്കുന്ന മനോഹരമായ ഒരു മദ്രാശിയുണ്ട്, പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്, ഭാഗമുണ്ട്. നമുക്ക് വലിയ പ്രചോദനം നൽകുന്ന ഒരു ഖണ്ഡികയാണല്ലോ. ഞാനതൊന്ന് കേൾപ്പിക്കാം. ബസ്ലോ സഗദാഗി വർഗീസ് നിന്മാരൻ കാറേനൻ ലാഗ് ഹൗലൻ സൗനേ ഖദൂസ നേബദ് എത്താ ദുഖ്റാന. ഞാൻ അതിൻ്റെ അർത്ഥമൊന്ന് പറയാം. സഗതായായ ഈ വർഗീസിന്റെ പ്രാർത്ഥനയാൽ കർത്താവേ, നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. തിരുസഭയിൽ അദ്ദേഹത്തിൻ്റെ സ്മരണ ഞങ്ങൾ കൊണ്ടാടുവാൻ സന്തോഷത്തിൻ്റെ കാലങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. അതാണ് നമ്മൾ പാടിയ ബസ്ലോ സഗദാഗി വർഗീസ് നിന്മാരൻ കാറേനൻ ലാഗ് ഹൗലൻ സൗനേ ഖദൂസ നേബദ് എത്താ ദുഖ്റാന. ആ കൃപയുടെ തണലിലാണ് നമ്മളിവിടെ ഈ ദേവാലയത്തിലെത്തിയിരിക്കുന്നത്. ആ മധ്യസ്ഥൻ്റെ സ്മരണ നമ്മുടെ അകക്കാമ്പാണ്. ഗുപ്തൻ നായർ എഴുതിയ പുസ്തകത്തിൻ്റെ ആത്മകഥയുടെ പേര് മനസാസ്മരാമി എന്നാണ്. മനസാസ്മരാമി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ളത്, ഹൃദയത്തിലുള്ളത്, അകത്തുള്ളത്, ഓർമ്മിക്കപ്പെടേണ്ടത്, ഓർത്തെടുക്കേണ്ടത് എന്നെല്ലാമാണ്. നമ്മെ സംബന്ധിച്ച് അരുവിത്തറ വല്യച്ഛൻ്റെ തിരുനാൾ മനസാസ്മരാമിയാണ്. അധികാലം മുതൽ ഈ വിശുദ്ധൻ്റെ ഇടപെടലുകൾ തിരുസഭയിൽ എപ്രകാരമായിരുന്നു എന്ന് ഓർത്തെടുത്ത് ഹൃദയത്തിൽ സൂക്ഷിച്ച് ദൈവത്തോട് നന്ദി പറയേണ്ട അവസരമാണ്. കല്ലുമഴ പെയ്യാതിരിക്കാൻ മാർ ഗീവർഗീസ് മേഘങ്ങളെ തടഞ്ഞു നിർത്തിയിരുന്നു. തിന്മകളുടെ കഠിന കാലങ്ങളെ ഇപ്പോൾ ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. സമുദ്രമധ്യത്തിൽ തിരമാലകളിൽ നിന്ന് കപ്പലുകളെ മാർ ഗീവർഗീസ് കാത്ത് സൂക്ഷിക്കുന്നു. നമ്മൾ നെസോറിയസിൻ്റെ കുർബാനയിലൊക്കെ ചെല്ലുന്നുണ്ടല്ലോ, കരയിലും കടലിലും ആകാശത്തും യാത്ര ചെയ്യുന്നവരെ സംരക്ഷിക്കണമേ എന്ന്. പാപമാകുന്ന കൊടുങ്കാറ്റിൽ നിന്ന് അദ്ദേഹം നമ്മളെ നിരന്തരം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവമാണ് എല്ലാ വിശ്വാസികൾക്കും ഉള്ളത്. നമ്മുടെ പീഡനങ്ങളിൽ ഗീവർഗീസ് നമുക്ക് സഹായമായിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ വേദനകളിൽ സങ്കടപ്പെട്ട് എനിക്ക് മാത്രമേ ഈ വേദനകളുള്ളൂ എന്നുള്ള വിചാരത്തിൽ നമ്മൾ നിരാശപ്പെട്ട് പോകരുത്. വേദനകൾ കൂടി വരുമ്പോൾ കർത്താവ് അടുത്തു വരുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. കഠിനമായ വേദനകളാണെങ്കിൽ ഈശോ തൊട്ട് അടുത്തുണ്ട്. നമ്മൾ കണ്ണു തുറന്ന് നോക്കിയാൽ മതി. ക്രിസസ്റ്റോമിൻ്റെ ഖ്യാതി കേട്ട ഒരു വാക്യമാണ് തോത്ത് ഉൾനെര തോത്ത് ഓറ. തോത്ത് ഉൾനെര, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും മുറിവുകളും, തോത്ത് ഓറ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളായിട്ട് മാറ്റണം. അത് വലിയൊരു ആപ്തവാക്യമാണ്. തോത്ത് ഉൾനര തോത്ത് ഓറ. എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും എതിർപ്പുകളും വിമർശനങ്ങളും അതെല്ലാം നമ്മുടെ യഥാർത്ഥ പ്രാർത്ഥനകളായിട്ട് മാറ്റണം എന്നാണ് പരിശുദ്ധ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ഗീവർഗീസിനെ പോലെയുള്ള ആളുകൾ നമുക്ക് ധൈര്യം പകർന്നു നൽകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തോട്. മാർ ഗീവർഗീസെ,
കഷ്ടതകളാൽ ഞാൻ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ എനിക്കായി അപേക്ഷിക്കണമേ. അങ്ങയുടെ പ്രാർത്ഥനകളാൽ എൻ്റെ ആത്മാവ് ദൈവത്തിന് ഒരു വിശുദ്ധ ദേവാലയമായി നൗസ തീരട്ടെ. നമ്മളും വിശുദ്ധ ദേവാലയങ്ങളാകണം. നൗസ എന്ന് സുറിയാനി ഭാഷയിൽ. അവിടുത്തെ ദൈവത്വത്തിന് പ്രീതിയുള്ള പ്രവൃത്തികൾ എന്നിൽ വർദ്ധിക്കട്ടെ. അങ്ങനെ അങ്ങയുടെ മാതൃക ദുമൂസ എന്ന് സുറിയാനിയിൽ പറയും. ദുമൂസ മാതൃക പിന്തുടർന്ന് സഹദാമാരോടൊപ്പം സ്വർഗീയ മണവറയിൽ അങ്ങയെ കാണാൻ എനിക്ക് ഇടയാകട്ടെ. അദ്ദേഹം വളരെയേറെ സഹിച്ച് ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തിയ ആളാണ്. വിശുദ്ധ ഗീവർഗീസ് മേഘങ്ങളെ തടയുന്നവനും കപ്പലുകളെ സംരക്ഷിക്കുന്നവനും പുരാതനമായ ക്രൈസ്തവ മൂല്യങ്ങൾ പിടിച്ചു നിർത്തിയവനുമെല്ലാം ആണെന്ന് നമ്മൾ കണ്ടു. ആ കാഴ്ച കണ്ട് വെറുതെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയല്ല, നമ്മൾ സ്വയം വിട്ടുകൊടുക്കണം. വീടുകളിൽ അതിനുള്ള പരിശീലനം നമുക്ക് കിട്ടണം. പാരമ്പര്യം പറയുന്നത് ഗീവർഗീസിൻ്റെ പിതാവ് ജെറോൺഷ്യസ് റോമൻ പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിയാകേണ്ടി വന്ന ആളുകൂടിയാണ് ഗീവർഗീസിൻ്റെ പിതാവ്. അപ്പൻ്റെ മരണശേഷം ഗീവർഗീസിൻ്റെ അമ്മ പോളിക്രോണിയ അപ്പൻ്റെ രക്തത്തിൽ മുക്കിയ തൂവാല സൂക്ഷിച്ച് വച്ചിരുന്നുവെന്നും അത് മകനെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ട് ജീവൻ കൊടുത്തും വിശ്വാസം സംരക്ഷിക്കണം എന്ന് ഓർമ്മിപ്പിച്ചിരുന്നുവെന്നും പാരമ്പര്യം പഠിപ്പിക്കുന്നുണ്ട്. എത്ര വലിയൊരമ്മയാണ്. നമ്മുടെ അമ്മച്ചിമാരുമൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. മാതാപിതാക്കൾ മരിക്കുമ്പോൾ അവരുപയോഗിച്ചിരുന്ന വസ്ത്രം, അവരുടെ തലയിൽ ഉണ്ടായിരുന്ന തൊപ്പിപ്പാള, അവരുടെ വടി, അതെല്ലാം വർഷങ്ങൾ സൂക്ഷിച്ചു വെച്ച് ഈ നമ്മുടെ അപ്പൻ്റേതായിരുന്നു, ഇത് സൂക്ഷിച്ചു വെക്കണം. അങ്ങനെയാണ് നമ്മൾ പൈതൃകങ്ങൾ കൈമാറ്റം ചെയ്യുന്നത്. അങ്ങനെ ഈ കുഞ്ഞിനോട് അമ്മയതെല്ലാം പറഞ്ഞ് കൊടുത്ത് ഓർമ്മയിലുണ്ടായിരുന്നു. ഗീവർഗീസും അപ്പൻ്റെ പാതയിൽ റോമൻ പട്ടാളത്തിൽ ചേർന്നു. അവൻ്റെ ധീരത കണ്ട റോമൻ ചക്രവർത്തി അവനെ പ്രിയപ്പെട്ടവനായി കരുതി. എന്നാൽ ഗീവർഗീസ് പിന്നെ പ്രിയപ്പെട്ടത് രാജാക്കന്മാരുടെ രാജാവായ ഈശോയോടുള്ള ബന്ധമായിരുന്നു, ഭൂമിയിലെ രാജാവിനോടല്ലായിരുന്നു. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ടല്ലോ, എൻ്റെ കർത്താവായ ഈശോയെപ്പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകാൻ സർവവും ഞാൻ നഷ്ടമായി കരുതുന്നു. പൗലോസ് അനുഭവിച്ച ഈശോ അനുഭവമാണ് ഇവിടെ ഗീവർഗീസിൻ്റെ പിതാവും ഗീവർഗീസും അനുഭവിച്ചത് എന്ന് വ്യക്തമാണല്ലോ. രക്തസാക്ഷികളുടെ കഴുത്തിൽ നിന്നൊഴുകിയ ചുടുനിണമാണ്, നിണധാരയാണ് സഭയുടെ വളർച്ചയ്ക്ക് വളമായി തീർന്നത്. അത് സ്വാഭാവിക വളമാണ്, രാസവളമല്ല. അതുകൊണ്ട് മകുടം ചൂടിയ രക്തസാക്ഷികളെ സഹദേ ദസ്കല്ലൽ എന്ന് കുർബാനയിൽ പാടുന്നുണ്ടല്ലോ. മകുടം ചൂടിയ രക്തസാക്ഷികളെ ബലിയിൽ ഓർത്തിയിടാം എന്ന് വിശുദ്ധ കുർബാനയിൽ നാം പ്രാർത്ഥിക്കുന്നത് ഏറ്റവും അർത്ഥവത്തായ കാര്യമാണ്. മകുടം ചൂടിയ രക്തസാക്ഷികളുടെ സ്മരണ വിശുദ്ധ ബലിപീഠത്തെങ്കിൽ ഉണ്ടാകട്ടെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഭയുടെ ചരിത്രം മുഴുവനാണ്. പരിശുദ്ധ ബെനഡിക്റ്റ് പിതാവ് നമ്മുടെ ആ പ്രാർത്ഥനയെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞു. നമ്മുടെ കുർബാന ടെക്സ്റ്റുകൾ കാലാകാലങ്ങളിൽ പോളിസിക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. അതിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞ ഒരു നിരീക്ഷണം ഈ പ്രാർത്ഥനയുടെ പ്രത്യേകതയാണ്. അവരുടെ കുർബാനയിൽ രക്തസാക്ഷികളെക്കുറിച്ചും വിശുദ്ധന്മാരെക്കുറിച്ചും കുർബാനയുടെ പ്രധാന ഭാഗത്ത് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ സഗദേ ദസ്കല്ലൽ മകുടം ചൂടിയ രക്തസാക്ഷികൾ എന്നുള്ള ആ പ്രയോഗത്തെക്കുറിച്ച്
പ്രശംസിച്ച് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ രക്തസാക്ഷികൾ ജീവൻ കൊടുത്ത് ഈശോയെ സംരക്ഷിച്ച് വളർത്തിയ സഭയാണിത്. ഗീവർഗീസിനോടുമുള്ള നമ്മുടെ പ്രത്യേകമായിട്ടുള്ള ഓർമ്മയും അതുതന്നെയാണ്. ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഗീവർഗീസ് നമുക്ക് കൂടുതൽ അടുപ്പവും സ്നേഹവും എല്ലാം ഉണ്ടാകണം. ഈശോയെ സ്വന്തമാക്കിയ രക്തസാക്ഷികളോട് കൂട്ടുകൂടുമ്പോൾ നമുക്കും അവരുടെ സ്നേഹത്തിൻ്റെ ചൂട് ലഭിക്കും. അവരുടെ മാതൃക നമ്മെയും ഈശോയിലേക്ക് അടുപ്പിക്കും. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ കുർബാന അർപ്പണ നേരത്ത് വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും കൂട്ട് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അവരുടെ ഓർമ്മ വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കാൻ നമ്മളെ സഹായിക്കും. അവരുടെ സ്നേഹച്ചൂട് നമ്മെയും ചൂടുപിടിപ്പിക്കും. ഗീവർഗീസ് സഹദായോട് കൂട്ടുകൂടി സഹദായുടെ സ്നേഹച്ചൂട് സ്വന്തമാക്കാനുള്ള അവസരമാണ് ഈ പരിശുദ്ധ കുർബാനയും ഈ ദിവസങ്ങളിലെ തിരുനാൾ കർമ്മങ്ങളും എല്ലാം. സഹദായുടെ ഒരു കേന്ദ്രമാണിത്. അതെല്ലാം നിങ്ങളും കാലാകാലങ്ങളിൽ പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ സഭയുടെ പുരാതനമായ പൈതൃകം, ഹിസ്റ്ററിയും ഈ സഭയുടെ ദൈവാരാധന ഭാഷ സുറിയാനിയും എല്ലാം കൂട്ടിച്ചേർത്ത് അരുവിത്ര കേന്ദ്രമാക്കി ഒരു ക്രൈസ്തവ യൂണിവേഴ്സിറ്റി തന്നെ ഭാവിയിൽ വരേണ്ടതാണ്. കാരണം നമ്മുടേതുപോലെ ചരിത്രവും ഭാഷയും ദൈവാരാധനകർമ്മങ്ങളും യഹൂദ സാന്നിധ്യവും ഇതര മതസ്ഥരുടെ സാന്നിധ്യവും രാഷ്ട്രീയ പ്രവർത്തകരുടെ ബാഹുല്യവുമുള്ള സ്ഥലം മറ്റൊന്നും കാണുകയില്ല. ഈ ഘടകങ്ങളെല്ലാം കൂട്ടിച്ചേർത്താൽ നമുക്ക് ഈ പറഞ്ഞ കാര്യം എളുപ്പത്തിൽ സാധിച്ചെടുക്കാവുന്നതാണ്. എളുപ്പത്തിൽ. ഞാൻ കാലാകാലങ്ങളിൽ ഇവിടെ MLA-മാരായിട്ടും മന്ത്രിമാരായിട്ടും ഒക്കെ വന്നിട്ടുള്ള J. തൊമ്മൻ സാറിനോട് തുടങ്ങി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവരെല്ലാം അത് സമ്മതിച്ചിട്ടുണ്ട്. പിന്നീട് വന്ന ആളുകളോട് PC ജോർജ് സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് ഒരിക്കൽ നമ്മുടെ അസംബ്ലിയിൽ ഇത് സംസാരിക്കുക പോലും ചെയ്തു. നമുക്ക് സാധിച്ചെടുക്കാവുന്ന കാര്യമാണ്. അരുവിത്രയ്ക്ക് അവകാശപ്പെട്ട കാര്യമാണ്. ഇവിടെ ഒരു ചരിത്ര യൂണിവേഴ്സിറ്റി, ഒരു സഭാ യൂണിവേഴ്സിറ്റി, ഒരു ഭാഷാ യൂണിവേഴ്സിറ്റി, നമ്മുടെ തനതായ നസ്രാണിത്വം പഠിക്കാനുള്ള യൂണിവേഴ്സിറ്റി, അതിന് എല്ലാ സാധ്യതയും നമുക്കുണ്ട്. അത് കൂട്ടിച്ചേർത്ത് ആ രീതിയിൽ നമ്മൾ സ്വരുക്കൂട്ടുമ്പോഴാണ് നമുക്ക് വളരാൻ സാധിക്കുന്നത്. അതിന് ഏറ്റവും ഉൾക്കാഴ്ചയും പ്രാഗൽഭ്യവുമുള്ള വിചാരിച്ചനാണ് ഇപ്പോഴുള്ള ആൾ ചന്ദ്രൻകുന്നേൽ ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ. അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തും വായനയും സാംസ്കാരിക ലോകത്തോടുള്ള ബന്ധവും ഇടപെടലുകളുമെല്ലാം ഇപ്രകാരം ഒരു കാര്യം എയ്ഡഡ് മേഖലയിൽ, സർക്കാരിൻ്റെ മേഖലയിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഉത്തമമായ ബോധ്യം. അച്ഛൻ്റെ സഹപ്രവർത്തകരായ വൈദികർ ബിജു അച്ഛൻ ഉൾപ്പെടെ ധാരാളം അച്ഛന്മാരിവിടെ ശുശ്രൂഷകരുണ്ട് ആയിട്ടുണ്ട്. അവരും നല്ല പഠിപ്പും അനുഭവ സമ്പത്തുമുള്ള ആളുകളാണ്. വിചാരിച്ചതിനോട് ചേർന്ന് അവരുടെ ശുശ്രൂഷകൾ ഇവിടെ നന്നായിട്ട് ലഭിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സിസ്റ്റേഴ്സിൻ്റെ വലിയ സാന്നിധ്യവും സഹകരണവും പഠിപ്പും എല്ലാം ഉള്ള മേഖലയാണ്. അങ്ങനെ നമുക്ക് അരുവിത്ര വളരെ മുമ്പിലേക്ക് കടന്ന് പോകാനുള്ള ഒരു അവസരം കൂടിയാകട്ടെ ഈ തിരുനാൾ ആഘോഷം എന്ന് ഞാൻ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും മാർ ഗീവർഗീസിനും പരിശുദ്ധ അൽഫോൻസാമയ്ക്കും സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.